ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 19ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ കഴിഞ്ഞ 18 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി 2 ദിവസത്തെ പ്രാക്ടീസ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ മാനസികമായിട്ട് വലിയൊരു സമ്മർദ്ദം ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത്തരം പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള കാര്യത്തെക്കുറിച്ച് അയ്യോ ഈ കാര്യം വലിയ പ്രയാസമുള്ളതാണല്ലോ, ഇത് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കും എന്നൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ചിന്തിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങൾ നൽകുന്നത്. ഇത് ആ ജോലി ചെയ്യാനുള്ള മടി കൂടുകയും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നാൽ ആ കാര്യം വളരെ എളുപ്പത്തിൽ നടന്നു കഴിഞ്ഞു എന്ന് കരുതി മുൻകൂട്ടി നിങ്ങൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുകയും ആ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കാനുള്ള വഴികളും സഹായങ്ങളും അപ്രതീക്ഷിതമായിട്ട് തന്നെ തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. ഇനി ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയാതെ നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്നതോ ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഡയറിയിലോ നോട്ട്ബുക്കിലോ എഴുതി വെക്കുക. ഉദാഹരണത്തിന് ഓഫീസിൽ കഠിനമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തീർപ്പാക്കാൻ പറ്റാത്ത ജോലി, ഇനി വളരെ നാളായിട്ട് ശരിയാകാതിരുന്ന വില്ലേജ് ഓഫീസിലെയോ ബാങ്കിലെയോ ഒക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ കാര്യം വളരെ എളുപ്പത്തിലും കൃത്യമായും പൂർത്തിയാക്കാൻ സാധിച്ചതിന് നന്ദി 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 എന്ന് എഴുതി വെക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ വീടിൻ്റെ പണികൾ വളരെ കുറഞ്ഞ ചെലവിൽ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിന് നന്ദി നന്ദി നന്ദി. ഇതുപോലെ നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് വായിച്ച് ഫീൽ ചെയ്യുക. ഇനി കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ആ കാര്യത്തെ നിങ്ങൾ മനസ്സിൽ സുഗമമായിട്ട് പൂർത്തിയായതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ആ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സന്തോഷം മനസ്സിൽ അനുഭവിക്കുക. ഇനി പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി ആ കാര്യം എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അത് നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സന്തോഷത്തിലും ആശ്വാസത്തിലും മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താനേ വന്നോളും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക.